അങ്ങനെ ലോകം കാത്തിരുന്ന സമാധാന നൊബേൽ ഒരു വനിതയ്ക്ക് ലഭിച്ചിരിക്കുന്നു. വെനസ്വേലയെ വെടിയുണ്ടയിൽ നിന്ന് ബാലറ്റിലേക്ക് നയിച്ച പോരാളിയായ ഒരു വനിതാരത്നം മരിയ കൊറീന മച്ചാഡോയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ ലഭിച്ചിരിക്കുകയാണ്. അനേന സതീഷ് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അനേന, അങ്ങനെ ലോകം ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയായിരുന്നു, ഉറ്റുനോക്കുകയായിരുന്നു ആ ഒരു പേര് കേൾക്കാനായി. അങ്ങനെ ഒടുവിൽ ആ സ്ത്രീരത്നത്തിന്റെ പേര് വരുന്നു, അതിന്റെ ഒരു പശ്ചാത്തലം, അങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്കായി ഈ അവാർഡ് ദാന ചടങ്ങ് അതുകൂടി ഒന്ന് വിശദമായി. സംഗീത, സമാധാനത്തിനായുള്ള നൊബേൽ പുരസ്കാരം നേടുന്ന 20ാമത്തെ വനിതയാണ് മരിയ കൊറീന മച്ചാഡോ. മരിയ കൊറീന മച്ചാഡോയെ പറ്റി പറയുകയാണെങ്കിൽ സ്വേച്ഛാധികാരത്തിനെതിരായ ശക്തമായ പ്രവർത്തനം നടത്തിയ ഒരു വനിത തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. ജനാധിപത്യ അവകാശ പ്രവർത്തനങ്ങൾക്ക് ആണിപ്പോൾ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മറൂഡോയുടെ രാഷ്ട്രീയ എതിരാളി തന്നെയായിരുന്നു മറീന എന്ന് പറയുന്നത്. 2014 വെനസ്വേലയിൽ നടന്ന പ്രക്ഷോഭത്തിനിടയിൽ നിക്കോളാസ് മഡൂറോ സർക്കാരിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിൽ മുൻനിരയിൽ നിന്നൊരു ശക്തമായ നേതാവ് തന്നെയായിരുന്നു മറീന. ജനാധിപത്യത്തിനായി രാജ്യത്തിന്റെ ജനാധിപത്യത്തിനായി വർഷങ്ങളായി പ്രവർത്തിച്ചൊരു വനിത തന്നെയാണ്. എന്തായാലും വെനസ്വേലൻ ജനതയ്ക്ക് വേണ്ടി നടത്തിയ ജനാധിപത്യ പോരാട്ടത്തിനാണ് ഇപ്പോൾ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ജനാധിപത്യമാണ് ശാശ്വത സമാധാനത്തിനുള്ള മാർഗമെന്നാണ് മറീന എപ്പോഴും പറഞ്ഞു വെക്കാറുള്ളത്. ഇടതുപക്ഷക്കാരുടെ ഒരു കടുത്ത വിമർശക തന്നെയായിരുന്നു മറീന. ഇത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ സമാധാനത്തിനുള്ള പുരസ്കാരം തനിക്ക് തന്നെ ലഭിക്കുമെന്ന് ആവർത്തിച്ചു പറഞ്ഞ ട്രംപിന്റെ ഒരു അടുത്ത ആൾ കൂടിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കയുമായി അടുത്ത ബന്ധം തന്നെ പുലർത്തിയ ഒരു വനിത കൂടിയാണ് ഈ മരീന എന്ന് പറയുന്നത്. രാജ്യത്തെ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി അമേരിക്കയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ ഇടതുപക്ഷം മരീനയ്ക്ക് നേരെ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു കടുത്ത വിമർശക തന്നെയായിരുന്നു മറീന എന്നാണ് നമുക്ക് ഇപ്പോൾ ഈ പാനൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സമാധാനപരമായ ചെറുത്തുനിൽപ്പുകൾക്ക് മാത്രമേ ലോകത്തെ മാറ്റിമറിക്കാനാവൂ എന്നാണ് നൊബേൽ പുരസ്കാരം സമ്മാനിച്ചുകൊണ്ട് ഇപ്പോൾ പുരസ്കാര സമിതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏകാധിപത്യ ഭരണകൂടങ്ങൾക്കെതിരെ നൊബേൽ സമിതി കടുത്ത വിമർശനം ഉന്നയിക്കുക തന്നെയുണ്ടായി. സമാധാനപരമായ മുന്നേറ്റത്തിലൂടെ മാത്രമേ നമുക്ക് ലോകത്തെ മാറ്റിമറിക്കാനാകൂ എന്നാണ് നൊബേൽ പുരസ്കാര സമിതി തന്നെ ഇപ്പോൾ അറിയിക്കുന്നത്. തീർച്ചയായും അനേന, രാജ്യത്തെ അങ്ങനെ സമാധാനപരമായി ജനാധിപത്യത്തിലേക്ക് നയിച്ച ഒരു വനിത ആയി ഇപ്പോൾ നൊബേൽ സമ്മാനത്തിന് അർഹമായിരിക്കുകയാണ്. മരിയ കൊറീന മച്ചാഡോയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ ലഭിച്ചിരിക്കുന്നു. സമാധാന നൊബേൽ നേടുന്ന 20ാമത്തെ വനിതയാവുകയാണ് അങ്ങനെ മരിയ കൊറീന മച്ചാഡോ എന്നുള്ളതാണ്. നൊബേൽ സമ്മാനത്തിന് ആൽഫ്രഡ് നൊബേൽ മുന്നോട്ട് വെച്ച എല്ലാ മാനദണ്ഡങ്ങളും മരിയോ മച്ചാഡോ പൂർത്തീകരിച്ചുവെന്നും ഈ സമിതിയുടെ വിലയിരുത്തൽ വരുന്നുണ്ട്. ഇനി രാജ്യത്തെ പ്രതിപക്ഷത്തെ ഒരുമിപ്പിച്ചുകൊണ്ട് വെനസ്വേലയ്ക്ക് വേണ്ടി വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിയ മരിയ കൊറീന മച്ചാഡോ അങ്ങനെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹയാവുകയാണ്. അനേന സതീഷ് തുടരുന്നുണ്ട്. അനേന, ഈ സമിതിയുടെ കണ്ടെത്തലുകൾ എന്ന് പറഞ്ഞ് ഏറ്റവും ഒടുവിലായി തന്നെ വരുന്നത് എല്ലാവിധ മാനദണ്ഡങ്ങളെയും മരിയ ഇക്കാര്യങ്ങളിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് സമിതിയുടെ കണ്ടെത്തലായി വരുന്നു. അങ്ങനെ എന്തെല്ലാം കണ്ടെത്തലുകളാണ് ആ സമിതി ഇക്കാര്യത്തിൽ പങ്കുവയ്ക്കുന്നത്? അതേ സംഗീത, നൊബേൽ സമാധാന സമ്മാനത്തിന് ആൽഫ്രഡ് നൊബേൽ മുന്നോട്ട് വെച്ച എല്ലാ മാനദണ്ഡങ്ങളും മരിയ മച്ചാഡോ പൂർത്തീകരിക്കുന്നുവെന്നാണ് സമിതി പറയുന്നത്. അതുപോലെ തന്നെ ഈ സമാധാന പ്രവർത്തനങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് ലോകത്തെ മുന്നോട്ട് പോകാനാകൂ എന്നാണ് സമിതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നൊബേൽ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന 20ാമത്തെ വനിതയായി മാറുകയാണ് മരിയ മച്ചാഡോ. 1967 വെനസ്വേലയിൽ ജനിച്ച വ്യക്തിയാണ് മരിയ. എന്തായാലും സമാധാനപരമായി ജനാധിപത്യത്തിലേക്ക് നയിച്ചു എന്നാണ് സമിതി തന്നെ അറിയിക്കുന്നത്. നമുക്കറിയാം, ഇത്രയും ആളുകൾ, അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവരായിരുന്നു നാമനിർദ്ദേശത്തിൽ പ്രമുഖരെന്ന് പറഞ്ഞ് ഇത്രയും കാലം നമുക്ക് മുന്നോട്ട് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്ന പേരുകൾ. ട്രംപ് തന്നെ പലതവണ അവകാശവാദം ഉന്നയിച്ച് തനിക്ക് തന്നെ ഈ നൊബേൽ പുരസ്കാരം, സമാധാനത്തിനുള്ള നൊബേൽ തനിക്ക് തന്നെ ലഭിക്കുമെന്നതടക്കമുള്ള അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് വന്നിരുന്നു. പലതവണയായി
തനിക്കെന്ന വാദം പല വേദികളിലായി ട്രംപ് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊന്നുമല്ല, ഈ പേരുകളൊന്നുമല്ലാതെ, അതായത് ട്രംപ്, മാർപ്പാപ്പ പോലെയുള്ള പേരുകളല്ലാതെ ഇവരെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് മറ്റൊരു വനിതയ്ക്കാണ് ഇപ്പോൾ എന്തായാലും 2025 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. സംഗീത, അനേന, ഈ മരിയ കൊറീന മച്ചാഡോയുടെ ഒരു പശ്ചാത്തലത്തിലേക്ക് വരികയാണെങ്കിൽ വെനസ്വേലയെ വലിയ രീതിയിൽ മുന്നേറ്റത്തിലേക്ക് നയിച്ച ഒരു നായികയായിരുന്നു. ആ ഒരു ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് സമിതി ഇക്കാര്യങ്ങളെ വിലയിരുത്തിയിരിക്കുന്നത് മാത്രമല്ല, അവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ്, ഏകദേശം 58 വയസ്സ് മാത്രം ആണ് പ്രായമുള്ളത്. അതിനോടൊക്കെ തന്നെ വെനസ്വേലയെ വലിയ രീതിയിൽ മുന്നേറ്റത്തിലേക്ക് നയിക്കാൻ മരിയയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത് ഈ സമാധാനത്തിനുള്ള നൊബേൽ. അവരുടെ വ്യക്തമായിട്ടുള്ള പങ്കുകൾ ഏതൊക്കെ തലത്തിലായിരുന്നു എന്നുള്ളത് അനീന ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാമോ? സംഗീത, രാജ്യത്തെ സ്വതന്ത്രവും സുരക്ഷിതമായും ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനായി പ്രവർത്തിച്ചൊരു വ്യക്തി കൂടിയാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ പറഞ്ഞു, ഇടതുപക്ഷ സർക്കാരിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച ഒരാളാണ്. 2010 നാഷണൽ അസംബ്ലിയിലേക്ക് 2010 മരിയ തെരഞ്ഞെടുക്കപ്പെട്ടത്. വൻ ഭൂരിപക്ഷത്തിൽ തന്നെയായിരുന്നു 2010 നാഷണൽ അസംബ്ലിയിലേക്ക് മരിയ തെരഞ്ഞെടുക്കപ്പെട്ടത്. തുടർന്ന് നടത്തിയ പ്രവൃത്തികളെല്ലാം, അതായത് അതിനുശേഷം തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നടത്തിയ പ്രവൃത്തികളെല്ലാം ജനാധിപത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളാണ്. അതായത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയൊരു നേതാവ് തന്നെയായിരുന്നു മരിയ എന്ന് പറയുന്നത്. തീർച്ചയായും അനേന, എന്താണെങ്കിലും 1967 വെനസ്വേലയിൽ ജനിച്ചു. 1992 അദീന ഫൗണ്ടേഷൻ സ്ഥാപിക്കുന്നു. പിന്നീട് തെരുവിൽ വളരുന്ന കുട്ടികൾക്കായുള്ള സേവന പ്രവർത്തനങ്ങളടക്കം നിരവധി നിർണായകമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ കഴിഞ്ഞ ആളാണ് മരിയ കൊറീന മച്ചാഡോ എന്നുള്ളത്. അങ്ങനെ സമാധാനത്തിനുള്ള നൊബേൽ മരിയ കൊറീന മച്ചാഡോയ്ക്ക് ലഭിക്കുകയാണ്.